അങ്ങനെ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 4 മണിക്ക് നമുക്ക് ചായ കുടിക്കേണ്ടതെന്ന് ആലോചിച്ച് അടുക്കളയിൽ വന്ന് ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് ഈ ചായ എന്ത് കൂട്ടി കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പാത്രത്തിൽ എന്നെ നോക്കി പുട്ടിയിരുന്ന് വല്ലാതെ വിഷമിക്കുന്നു. കാരണം രാവിലെ എന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ എന്നിട്ടും എല്ലാവരും ബാക്കി വെച്ച് പോയോ എന്ന് ചോദിച്ച് ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിളച്ച ചായയിലേക്ക് ഞാൻ ആ പുട്ട് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തു. നല്ല ഗോതമ്പ് പുട്ടാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അതിലൊരു അല്പം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി. നല്ല മഴയൊക്കെ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ പുട്ട് കൂട്ടി ചായ കുടിച്ചാലോ എന്ന്. പണ്ടത്തെ കാലത്ത് നമ്മൾ ചായയിലേക്ക് അരി വറുത്തതൊക്കെ ഇട്ട് കൊടുത്താൽ ഈ നാളികേരം ചെരുകി ഇട്ട് കൊടുത്തൊക്കെ നമ്മൾ ചായ കുടിച്ച് നല്ല ശീലമല്ലേ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. അവർ ഒരുപാട് പലഹാരങ്ങൾ പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് അവർ ചായ കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചായ ഒന്ന് കുടിച്ച് നോക്കിയാലോ. ഇന്ന് എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഇങ്ങനെ ചായ കുടിക്കാനാണ് കേട്ടോ. നമ്മൾ ചായ ഒരു വലി കുടിച്ചിട്ട് ഒരു കഷ്ണം പുട്ടൊക്കെ കൂട്ടി കഴിച്ചിട്ട് ചായപ്പീടികയിലൊക്കെ പോയിട്ട് നിന്നിട്ട് ഓരോരുത്തർ കുടിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചായ ഇതാണ്.